നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ലൈക്ക് ചെയ്യാനും മറക്കണ്ട. നിനക്ക് അതാണ് ആഗ്രഹമെങ്കിൽ കൊല്ല് എന്ന് പറഞ്ഞ് അവൻ അവളുടെ അടുത്തേക്ക് ഒന്നുകൂടി നീങ്ങി നിന്നു. കൊല്ലടി എന്ന് പറഞ്ഞ് അവളുടെ 2 കൈയും എടുത്ത് അവൻ്റെ കഴുത്തിലേക്ക് വെച്ച് അവൻ പറഞ്ഞു, കൊല്ല്. അവൾ അമ്പരപ്പോടെ അവനെ തന്നെ നോക്കി കുറച്ചു നേരം നിന്നു. വീണ്ടും കോളിംഗ് ബെൽ ശബ്ദം കേട്ടു. അപ്പോൾ അവൾ പെട്ടെന്ന് കൈ വലിച്ചെടുത്ത് തല താഴ്ത്തി നിന്നു. അവൻ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. എന്തേ, കഴിയുന്നില്ലേ? അവൻ ചോദിച്ചു. അവൾ വീണ്ടും അവനെ നോക്കി. നിനക്ക് ജയിലിൽ പോയി കിടക്കണ്ടേ? നിന്റെ ശത്രുവല്ലേ ഞാൻ, കൊന്നോ? അവൻ പറഞ്ഞു. നിങ്ങളങ്ങനെ ഒറ്റയടിക്ക് മരിക്കാൻ പാടില്ല. എന്നോട് ചെയ്ത ക്രൂരതയ്ക്ക് നിങ്ങൾ അനുഭവിക്കണം, ഗൗരി പറഞ്ഞു. എന്നോട് വഴക്കുണ്ടാക്കാനല്ലാതെ നിനക്ക് മറ്റെന്ത് ചെയ്യാൻ കഴിയും എന്നെ? ദേവൻ ചോദിച്ചു. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലായിരിക്കും. എന്നാ എൻ്റെ മഹാദേവൻ നിങ്ങളെ വെറുതെ വിടില്ല, ഗൗരി പറഞ്ഞു. അത് കേട്ടപ്പോൾ അവന് ചിരി വന്നു. അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നിന്റെ മഹാദേവൻ എന്നെ എന്തു ചെയ്യും? നിങ്ങളുടെ മുഖത്തെ പരിഹാസം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഉറപ്പായും മഹാദേവൻ എൻ്റെ സങ്കടങ്ങൾ കാണാതിരിക്കില്ല. എന്നെ സങ്കടപ്പെടുത്തിയവരെ വെറുതെ വിടുകയും ചെയ്യില്ല, തെല്ല് സങ്കടത്തോടെ ഗൗരി പറഞ്ഞു. അത് കേട്ട് അവനും സങ്കടം വന്നു. എന്നാലും അവൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ. ഇവിടെ ഇരുന്ന് ഇതുവരെ നിന്നെ സങ്കടപ്പെടുത്തിയവരാരൊക്കെയെന്നും എന്തൊക്കെ സങ്കടങ്ങളുണ്ടെന്നും ഓർത്തെടുക്ക്. എന്നിട്ട് അതൊരു പേപ്പറിൽ എഴുതി എനിക്ക് തായോ. പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ പരിഹരിച്ചു തരാം. ഇപ്പം എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് പോയി. ദേവൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ രാമേട്ടൻ അവിടെ നിൽക്കുന്നത് കണ്ടു. രാമേട്ട, തുറക്ക് എന്ന് പറഞ്ഞ് അവൻ മുകളിലേക്ക് സ്റ്റെയർ കേസ് കയറിപ്പോയി. ദേവൻ റൂമിലെത്തി ഡോർ അടയ്ക്കുന്നത് വരെ രാമേട്ടൻ മെയിൻ ഡോർ തുറക്കാതെ കാത്തു നിന്നു. ഡോർ തുറന്നപ്പോൾ അഞ്ജലി രാമേട്ടനോട് ചോദിച്ചു, എവിടെയായിരുന്നു രാമേട്ട ഇതുവരെ? ഞാൻ എത്ര നേരമായി വിളിക്കുന്നു. എന്താ തുറക്കാൻ വൈകിയത്? ഞാൻ കുഞ്ഞിനുള്ള ചായയായി റൂമിലേക്ക് പോയിരിക്കുകയായിരുന്നു. ചായ കുടിച്ചു കഴിഞ്ഞ് കപ്പ് തിരികെ തന്നേ കുഞ്ഞ് എന്നെ അവിടുന്ന് വിട്ടുള്ളൂ, രാമേട്ടൻ പറഞ്ഞു. കോളിംഗ് ബെൽ അടിക്കുന്നത് ദേവൻ കേട്ടില്ലേ? അഞ്ജലി ചോദിച്ചു. കേട്ടു മോളെ. അത്യാവശ്യമുള്ളവരാണെങ്കിൽ അവിടെ നിൽക്കും, അല്ലാത്തവർ പൊയ്ക്കോട്ടെ എന്ന് കുഞ്ഞു പറഞ്ഞു, രാമേട്ടൻ പറഞ്ഞു. അവൾ ദേഷ്യത്തോടെ രാമേട്ടനെ നോക്കിയ ശേഷം ദേവൻ്റെ റൂമിലേക്ക് പോകാൻ സ്റ്റെയർ കേസ് കയറിപ്പോയി. അഞ്ജലി ദേവൻ്റെ റൂമിൻ്റെ മുന്നിൽ ചെന്ന് ഡോറിൽ മുട്ടി ദേവനെ വിളിച്ചു. ഡോർ തുറക്കാത്തതുകൊണ്ട് ഹാൻഡിലിൽ പിടിച്ച് തിരിച്ചു നോക്കി. ഉള്ളിൽ നിന്ന് ലോക്കാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ വീണ്ടും ഡോറിൽ മുട്ടി നോക്കി. തുറക്കുന്നില്ലെന്ന് കണ്ട് ലിവിംഗ് ഏരിയയിൽ ചെന്ന് അവിടെയുള്ള സെറ്റിയിലിരുന്നു. കയ്യിലുണ്ടായിരുന്ന ഹാൻഡ് ബാഗ് അവിടെ വെച്ചു. കുറച്ചു കഴിഞ്ഞ് ദേവൻ ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങി ഡ്രസ്സ് മാറുന്നതിനിടയിൽ വീണ്ടും അവൾ ഡോറിൽ മുട്ടി. അവൻ ഡ്രസ്സ് മാറിക്കഴിഞ്ഞ് വന്ന് ഡോർ തുറന്നു. മുന്നിൽ അഞ്ജലി നിൽക്കുന്നത് കണ്ട് ദേവൻ ചോദിച്ചു, നീയായിരുന്നോ? ഇന്ന് ഞാൻ വരുമെന്ന് നിനക്ക് അറിയുമായിരുന്നില്ലേ ദേവൻ? പിന്നെന്താ നീ ഇങ്ങനെ ചോദിക്കുന്നത്? അഞ്ജലി ചോദിച്ചു. ഞാൻ നീ വരുന്നത് തന്നെ ഓർത്തോണ്ടിരിക്കുകയല്ല അഞ്ജലി, ദേവൻ പറഞ്ഞു. അത് കേട്ട അവൾക്ക് ദേഷ്യം വന്നെങ്കിലും അത് പുറത്ത് കാണിക്കാതെ അവൾ ചോദിച്ചു, ഇന്ന് നീ ഇവിടെ ഉണ്ടാകില്ലെന്ന് രാമേട്ടൻ പറഞ്ഞു. ഞാൻ പുറത്തു പോകാൻ തുടങ്ങുമായിരുന്നു, ദേവൻ പറഞ്ഞു. എവിടേക്കാ ദേവൻ? അഞ്ജലി ചോദിച്ചു. വെറുതെ ഒരു ഡ്രൈവ്, ദേവൻ പറഞ്ഞു. ഇന്ന് രവി ഇല്ലാത്തതല്ലേ, ഞാനും കൂടെ നിൻ്റെ കൂടെ വരട്ടെ? അഞ്ജലി ചോദിച്ചു. വേണ്ട, ഞാൻ തനിച്ചാ പോകുന്നത്, ദേവൻ പറഞ്ഞു. പ്ലീസ് ദേവൻ, നിൻ്റെ കൂടെ യാത്ര ചെയ്തിട്ട് ഒരുപാടായി. നമ്മളൊന്നിച്ചൊരു യാത്ര, അത് ഞാൻ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്, അഞ്ജലി പറഞ്ഞു. സോറി അഞ്ജലി, ഞാൻ അത് ആഗ്രഹിക്കുന്നില്ല, ദേവൻ പറഞ്ഞു. ദേവൻ, നിനക്ക് ഈയിടെയായി ഒരുപാട് ചേഞ്ചസ് ഉണ്ടല്ലോ. മുമ്പെല്ലാം നീ ഡ്രൈവിന് പോകുമ്പോൾ എന്നെ കൂടെ കൂട്ടുമായിരുന്നു. അത് മാത്രമല്ല, ഓഫീസില്ലാത്തപ്പോൾ നീ ഇവിടെ ബോറടിച്ചിരിക്കുകയാണെന്നും ഒഴിവ് കിട്ടുമ്പോഴെല്ലാം വരണമെന്നും നീ നിർബന്ധിക്കുമായിരുന്നു. ഇപ്പോൾ നീ ആളാകെ മാറി. നിനക്ക് എന്തു പറ്റി? എന്തിനാ നീ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്? അഞ്ജലി ചോദിച്ചു. എനിക്കല്ല പറ്റിയത്, നിനക്കാ. ഞാൻ നിന്നെ ഓഫീസിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞു വിളിച്ചപ്പോൾ നിന്നോട് പറഞ്ഞിരുന്നു, പഴയ അഞ്ജലിയായി അല്ല, എൻ്റെ വെറും ഒരു ഫ്രണ്ടായി മാത്രം നിനക്ക് വരാന്ന്. ആദ്യമല്ല നീ അങ്ങനെ തന്നെ ആയിരുന്നു. അതുകൊണ്ടാ ഡ്രൈവിന് പോകുമ്പോൾ കൊണ്ടുപോയിരുന്നതും ഒഴിവ് കിട്ടുമ്പോൾ ഇവിടെ വരണമെന്ന് പറഞ്ഞിരുന്നതും. പിന്നെ നിനക്കല്ലേ മാറ്റം ഉണ്ടായി തുടങ്ങിയത്. നിന്നിൽ മാറ്റമുണ്ടെന്ന് ഞാൻ തിരിച്ചറിയാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ നിന്നെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങിയതും തിരുത്താൻ ശ്രമിക്കുന്നതും. പ്ലീസ് അഞ്ജലി, എനിക്ക് നിന്നെ പഴയതുപോലെ കാണാൻ കഴിയില്ല. ഇപ്പം നീ ഇവിടെ വരുന്നത് എനിക്ക് വല്ലാതെ ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ട്. നിന്നെ ഇപ്പോഴും എൻ്റെ ഫ്രണ്ടായി കാണുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും സഹിക്കുന്നത്, ദേവൻ പറഞ്ഞു.
നിനക്കെന്നെ വെറുക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം ദേവൻ. അതുകൊണ്ട് തന്നെ നിനക്ക് ആ പഴയ സ്നേഹം എന്നോട് തിരിച്ചു വരുമെന്ന് തന്നെയാ എൻ്റെ പ്രതീക്ഷ. അതുകൊണ്ട് നീ എത്ര പറഞ്ഞാലും ഞാൻ ഇനി ഇവിടെ വരിക തന്നെ ചെയ്യും. നീ എത്ര വിലക്കാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല, അഞ്ജലി പറഞ്ഞു. നീ പ്രതീക്ഷിക്കുന്നത് പോലൊരു മാറ്റം ഇനി എനിക്കുണ്ടാവില്ല, അതുറപ്പാ എന്ന് പറഞ്ഞ് ദേവൻ ഡ്രസ്സിംഗ് ടേബിളിന് മുകളിലുണ്ടായിരുന്ന പെർഫ്യൂം എടുത്ത് ഷർട്ടിൽ സ്പ്രേ ചെയ്യുന്ന സമയത്ത് അഞ്ജലി ചോദിച്ചു, ഇതേതാ പെർഫ്യൂം ദേവൻ? നൈസ് സ്മെൽ. മുമ്പ് ഉപയോഗിച്ചിരുന്ന പെർഫ്യൂം നിനക്ക് നല്ല ഇഷ്ടമായിരുന്നല്ലോ, പിന്നെ എന്തുകൊണ്ട് മാറ്റി? അപ്പോൾ അവൻ ഗൗരി പറഞ്ഞതോർത്തു. ഈ വൃത്തികെട്ട മണമുള്ള പെർഫ്യൂം നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. എനിക്ക് അതിൻ്റെ മണം അത്ര ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് മാറ്റിയത് എന്ന് പറഞ്ഞ് ദേവൻ റൂമിന് പുറത്തേക്ക് നടന്നു. ഡോറിനടുത്തെത്തി അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവൾ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. വാ, അവൻ പറഞ്ഞു. ദുഷ്ടനാ നീ ദേവൻ. നിന്നോട് അല്പനേരം സംസാരിച്ച് നിൽക്കാമെന്ന് വിചാരിച്ചപ്പോൾ നീ ഇവിടുന്ന് പോവുകയാണല്ലേ എന്ന് ചോദിച്ച് അഞ്ജലി ദേഷ്യത്തോടെ അവൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ അവൻ താഴേക്ക് ഇറങ്ങിപ്പോയി. താഴെ എത്തി ഡൈനിങ് ഹാളിലേക്ക് പോകുമ്പോൾ ദേവൻ ചോദിച്ചു, നീ കഴിച്ചിട്ടാണോ വന്നത്? ഞാൻ കഴിച്ചിട്ടില്ല, പക്ഷെ എനിക്ക് ഇവിടുന്ന് വേണ്ട. നിന്റെ പെരുമാറ്റം എനിക്ക് വല്ലാതെ ഇൻസൾട്ട് ആവുന്നുണ്ട് എന്ന് പറഞ്ഞ് അഞ്ജലി പോകാൻ തുടങ്ങുമ്പോൾ ദേവൻ പറഞ്ഞു, കഴിച്ചിട്ട് പോവാ അഞ്ജലി. അവൾ അവിടെ നിന്ന് ദേഷ്യത്തോടെ ദേവനോട് പറഞ്ഞു, വേണ്ടെന്ന് പറഞ്ഞില്ലേ. എന്നിട്ട് അവിടുന്ന് പോയി. ദേവൻ ചെറിയൊരു കുറ്റബോധത്തോടെ അവൾ പോകുന്നത് നോക്കി നിന്നു. അവൾ പുറത്തിറങ്ങിയപ്പോൾ ദേവൻ രാമേട്ടനോട് ചോദിച്ചു, ഗൗരിക്ക് കഴിക്കാൻ കൊടുത്തോ രാമേട്ടാ? ഇല്ല കുഞ്ഞേ, ആ കൊച്ച് പെട്ടെന്ന് ഇറങ്ങി വന്ന് ഗൗരിമോളെ കണ്ടാലോ എന്ന് വിചാരിച്ച് ഞാൻ വിളിച്ചില്ല, രാമേട്ടൻ പറഞ്ഞു. കഴിക്കാൻ എടുത്തേക്ക്, ഞാൻ വിളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ദേവൻ ചെന്ന് ഗൗരിയുടെ റൂമിൻ്റെ ഡോറിൽ മുട്ടി. ഗൗരി വന്ന് ഡോർ പകുതി തുറന്നു നോക്കിയപ്പോൾ ദേവൻ പറഞ്ഞു, വാ. അവൾ റൂമിൽ നിന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങിയതും അഞ്ജലി വീണ്ടും അകത്തേക്ക് കയറി വന്നു. ദേവൻ പെട്ടെന്ന് ഗൗരിയുടെ റൂമിൻ്റെ ഡോർ അടച്ചപ്പോൾ അവളുടെ വിരലുകൾ വാതിലിനിടയിൽപ്പെട്ട് ചതഞ്ഞു. ആ എന്ന ശബ്ദത്തോടെ അവൾ വിരലുകൾ വാതിലിനിടയിൽ നിന്ന് വലിച്ചെടുത്ത് കുടഞ്ഞു. വേദന കടിച്ചമർത്തിയവൾ നിന്നു. വേദന സഹിക്കാൻ കഴിയാതെ അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. അവൻ ഒരു പരുങ്ങലോടെ അഞ്ജലിയോട് ചോദിച്ചു, എന്താ? എൻ്റെ ബാഗ് അവിടെ വെച്ചിരുന്നു, അതെടുക്കാനാ എന്ന് പറഞ്ഞ് അഞ്ജലി മുകളിലേക്ക് കയറിപ്പോയി. അവൻ വേഗം ചെന്ന് ഡൈനിങ് ടേബിളിനരികിലിരുന്നു. അഞ്ജലി ബാഗ് എടുത്ത് താഴേക്ക് വന്ന് ഡൈനിങ് ഹാളിലെത്തി ദേവനോട് പറഞ്ഞു, എനിക്ക് നിന്നോട് പിണങ്ങാൻ കഴിയില്ല ദേവൻ, ഞാൻ കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. എന്നിട്ടവൾ അവൻ്റെ അടുത്തായി ഒരു ചെയറിലിരുന്നു. അവൻ ഒരു അസ്വസ്ഥതയോടെ അവിടെ ഇരുന്നു. രാമേട്ടൻ അവർക്ക് കഴിക്കാനുള്ളത് വിളമ്പിക്കൊടുത്തു. ദേവൻ കുറച്ച് കഴിച്ചെന്ന് വരുത്തി വേഗം എഴുന്നേറ്റ് കൈ കഴുകി രാമേട്ടനോട് പറഞ്ഞു, എനിക്ക് മതി രാമേട്ടാ, ഞാൻ ഇറങ്ങുക. എന്നിട്ടവൻ അവിടുന്ന് പോയി. ദേവൻ ഇത് എവിടെ പോവുക രാമേട്ടാ? അഞ്ജലി ചോദിച്ചു. എനിക്കറിയില്ല, എന്നോടൊന്നും പറഞ്ഞില്ല, രാമേട്ടൻ പറഞ്ഞു. അഞ്ജലി കഴിച്ചെഴുന്നേറ്റ് കൈ കഴുകാൻ പോയപ്പോൾ രാമേട്ടൻ പ്ലേറ്റ് എടുത്ത് കിച്ചണിലേക്ക് പോയി. ആ സമയത്ത് രാമേട്ടൻ്റെ ഫോൺ ഒരു ഷെൽഫിന് മുകളിൽ ഇരിക്കുന്നത് കണ്ട് അഞ്ജലി മനസ്സിലോർത്തു, ഈ കീപാഡ് ഫോൺ ഇയാളുടെ ആവും, ഇതിൽ ദേവൻ്റെ നമ്പർ ഉണ്ടാകാതിരിക്കില്ല. അവൾ അതെടുത്ത് പരിശോധിച്ചു. ഇതിൽ ദേവൻ്റെ നമ്പർ സേവ് ചെയ്തിട്ടില്ലല്ലോ. രവിയുടെ കയ്യിലുള്ള ദേവൻ്റെ നമ്പർ മാത്രമേ സേവ് ചെയ്തിട്ടുള്ളൂ. കോൾ ലിസ്റ്റ് എടുത്ത് നോക്കാം, സേവ് ചെയ്യാത്ത നമ്പറുകൾ എഴുതിയെടുത്ത് വിളിച്ചു നോക്കാം എന്ന് വിചാരിച്ച് അവൾ വേഗം ബാഗ് തുറന്ന് അതിൽ നിന്നൊരു പേപ്പറും പെന്നും എടുത്ത് നമ്പറുകൾ എഴുതാൻ തുടങ്ങി. അഞ്ജലി ഫോൺ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ രാമേട്ടൻ അത് കണ്ടുവന്നു. എന്താ ചെയ്യുന്നേ? രാമേട്ടൻ ചോദിച്ചു. അവൾ വേഗം പേപ്പറും പെന്നും ബാഗിലെടുത്ത് വെച്ച് രാമേട്ടനോട് പറഞ്ഞു. രാമേട്ടൻ ഇപ്പോഴും ഇതുപോലത്തെ ഫോണാണോ ഉപയോഗിക്കുന്നത്? ദേവനോട് പറഞ്ഞാൽ നല്ല സ്മാർട്ട് ഫോൺ വാങ്ങിത്തരുമല്ലോ. എനിക്ക് ഈ ഫോണിൻ്റെ ആവശ്യമുള്ളൂ, രാമേട്ടൻ പറഞ്ഞു. ഈ ഫോണിൽ ദേവൻ്റെ നമ്പർ സേവ് ചെയ്തിട്ടില്ലേ? അഞ്ജലി ചോദിച്ചു. ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ രവിയാണ് വിളിക്കാറ്, കുഞ്ഞിനെ ശല്യം ചെയ്യാറില്ല, രാമേട്ടൻ പറഞ്ഞു. ദേവൻ എന്തെങ്കിലും ആവശ്യത്തിന് രാമേട്ടനെ വിളിക്കാറില്ലേ? അഞ്ജലി ചോദിച്ചു. കുഞ്ഞിൻ്റെ കൂടെ എപ്പോഴും രവി ഉണ്ടാവുമല്ലോ. രവി കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ഒരു കുറവും വരാതെ നോക്കുന്നുണ്ട്. പിന്നെ എന്തിനാ എന്നെ വിളിക്കുന്നത്? രാമേട്ടൻ ചോദിച്ചു. ഇന്നിപ്പോൾ രവി ഇല്ലല്ലോ, അപ്പം രാമേട്ടനെ വിളിക്കുമായിരിക്കും അല്ലേ? അഞ്ജലി ചോദിച്ചു. കുഞ്ഞ് എന്തിനാ കൊച്ച് എന്നെ വിളിക്കുന്നേ? ഞാനിവിടുത്തെ ജോലിക്കാരനല്ലേ. കൊച്ചു പോകാൻ നോക്ക്, കുഞ്ഞു വരുമ്പോഴേക്കും കഴിക്കാനുണ്ടാക്കണം എന്ന് പറഞ്ഞ് രാമേട്ടൻ ആ ഫോൺ വാങ്ങി അടുക്കളയിലേക്ക് പോയി. പഠിച്ച കള്ളൻ തന്നെ, രവിയുടെ ട്രെയിനിങ് ആവും എന്ന് വിചാരിച്ച് അഞ്ജലി അവിടുന്ന് പോയി. രാമേട്ടൻ അഞ്ജലി പോയോ എന്ന് എത്തി നോക്കിയ ശേഷം വേഗം വന്ന് മെയിൻ ഡോർ ലോക്ക് ചെയ്തു.
എന്നിട്ട് ഭാനുവിൻ്റെ റൂമിൻ്റെ ഡോറിൽ മുട്ടി വിളിച്ചു. അവർ ഡോർ തുറന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പ്ലേറ്റ് രാമേട്ടന് നേരെ നീട്ടി. രാമേട്ടൻ അത് വാങ്ങി പറഞ്ഞു, ഗൗരിമോള് കാണാതെ വേഗം മുകളിൽ പോയിരുന്നോളൂ. മോളിപ്പോൾ റൂമിനുള്ളിലാ. അവരപ്പോൾ ആ റൂമിൽ അവർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളെല്ലാം എടുത്ത് ബാഗിനുള്ളിലാക്കി അവിടെയുള്ള കബോർഡിൽ വെച്ചു. എന്നിട്ട് വേഗം അവിടുന്ന് മുകളിലേക്ക് കയറിപ്പോയി. രാമേട്ടൻ ചെന്ന് ഗൗരിയുടെ റൂമിൻ്റെ ഡോറിൽ മുട്ടി വിളിച്ചു. ഗൗരി വന്ന് ഡോർ തുറന്നപ്പോൾ രാമേട്ടൻ പറഞ്ഞു, ആ കൊച്ചു പോയി മോളെ, മോള് വന്നോ?